ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. എന്നെ ശ്രദ്ധിക്കുന്ന എല്ലാ പ്രിയപ്പെട്ട മാന്യ ശ്രോതാക്കൾക്കും വേഗം വരുന്ന കർത്താവായ യേശുക്രിസ്തുവിൻ്റെ അതിപരിശുദ്ധമായ നാമത്തിൽ പാറ്റ്നയിൽ നിന്നും സ്നേഹവന്ദനങ്ങൾ ആമുഖമായി അറിയിക്കുന്നു. ഒരിക്കൽ കൂടി ദൈവവചനത്തിൻ്റെ മുമ്പാകെ കടന്നു വരുവാൻ വലിയവനായ ദൈവം സഹായിച്ചതിനായി ഞാൻ ദൈവത്തെ സ്തുതിക്കുന്നു. റോമാലേഖനം 8-ാം അധ്യായം അതിൻ്റെ 3-4 വാക്യങ്ങൾ വായിക്കാൻ ആഗ്രഹിക്കുന്നു. 3-ാം വാക്യം: ജഡത്താലുള്ള ബലഹീനത നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തൻ്റെ പുത്രനെ പാപജഡത്തിൻ്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. 4-ാം വാക്യം: ജഡത്തെയല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവൃത്തിയാകേണ്ടതിന് തന്നെ. അപ്പോസ്തലനായ പൗലോസ് വളരെ പ്രാധാന്യമുള്ള ഒരു വിഷയം നമ്മുടെ മുമ്പിൽ അവതരിപ്പിക്കുകയാണ്. ഇപ്പോൾ ക്രിസ്തുവേശുള്ളവർക്ക് ശിക്ഷാവിധിയില്ല എന്ന് പൗലോസ് പറഞ്ഞു തന്നു. അതുമാത്രമല്ല, ജീവന്റെ ആത്മാവിൻ്റെ പ്രമാണം എനിക്ക് പാപത്തിൻ്റെയും മരണത്തിൻ്റെ പ്രമാണത്തിൽ നിന്ന് സ്വാതന്ത്ര്യം വരുത്തിയിരിക്കുന്നു. ഇന്ന് നാം സ്വതന്ത്രരാണ് എന്ന് പറഞ്ഞതിന് ശേഷം ന്യായപ്രമാണത്തിന് എന്താണ് നമ്മിൽ ചെയ്യാൻ കഴിയാതിരുന്നത്, ന്യായപ്രമാണം എന്താണ് നമ്മിൽ നിന്ന് ഡിമാൻഡ് ചെയ്തിരുന്നത്, എന്നാൽ എൻ്റെ ജഡത്തിൻ്റെ ബലഹീനത നിമിത്തം എനിക്കത് ചെയ്യുവാൻ കഴിഞ്ഞില്ല. അതുകൊണ്ട് പിതാവായ ദൈവം തൻ്റെ പുത്രനെ അയച്ച് നാം ചെയ്യേണ്ട പ്രവൃത്തി തൻ്റെ ജഡത്തിൽ ചെയ്ത് പാപത്തിൻ്റെ ശിക്ഷ തൻ്റെ ജഡത്തിൽ വിധിച്ചു എന്ന് നമ്മൾ വായിക്കുന്നു. അങ്ങനെ ജഡത്തെ അല്ല ആത്മാവിനെ അത്രേ അനുസരിച്ച് നടക്കുന്ന നമ്മിൽ ന്യായപ്രമാണത്തിൻ്റെ ന്യായപ്രമാണത്തിൻ്റെ നീതി നിവർത്തിച്ചിരിക്കുന്നു. ഈ വിഷയമാണ് അപ്പോസ്തലനായ പൗലോസ് പറയുന്നത്. ജഡത്താലുള്ള ബലഹീന നിമിത്തം ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ഒരു കാര്യം നാം വളരെ വ്യക്തമായി മനസ്സിലാക്കണം. ഈ ജഡത്തിൽ ജീവിച്ചുകൊണ്ട് ഈ ജഡത്തിൻ്റെ പ്രവൃത്തികളാൽ ന്യായപ്രമാണത്തെ പൂർണ്ണമായിട്ട് അനുസരിക്കുവാൻ നമുക്ക് കഴിയുകയില്ല. മനുഷ്യൻ പാപം ചെയ്തതോടുകൂടി ദൈവപ്രകൃതിയിൽ നിന്ന് അകന്നുപോയി. പാപം അവന്റെ മേൽ കർത്തൃത്വം നടത്തുവാൻ തുടങ്ങി. എന്നാൽ ന്യായപ്രമാണം വന്നപ്പോൾ പാപം പൂർവാധികം ശക്തി പ്രാപിച്ചു. ന്യായപ്രമാണം ദൈവം ആരാണെന്നും ദൈവത്തിന്റെ സ്റ്റാൻഡേർഡ് എന്താണെന്നും പാപം എന്താണെന്നും പാപത്തിന്റെ പരിണിതഫലം എന്താണെന്നും ഒക്കെ നമ്മളെ പഠിപ്പിച്ചു. അപ്പോൾ ജഡം ഇങ്ങനെ ബലഹീനമായിട്ട് നിൽക്കുകയാണ്. അയ്യോ, ഈ നിയമങ്ങൾ എനിക്ക് പാലിക്കാനായിട്ട് കഴിയുന്നില്ലല്ലോ, ഈ നിയമങ്ങൾ അനുസരിക്കുവാൻ എൻ്റെ ജഡം കൊണ്ട് ഞാൻ ആഗ്രഹിക്കുന്നു. എന്നാൽ പരാജയം മാത്രമാണ് സംഭവിക്കുന്നത്. ഇസ്രായേൽ ജനം തങ്ങളുടെ ജീവിതകാലത്തൊക്കെയും ഈ ന്യായപ്രമാണം പാലിക്കുവാനായി ശ്രമിച്ചു കൊണ്ടിരുന്നു. എന്നാൽ അവർ പരാജയപ്പെട്ടു. അതുകൊണ്ട് അപ്പോസ്തലനായ പൗലോസ് താനും ഒരു യഹൂദനായിരുന്നല്ലോ, തൻ്റെ മതത്തിൽ എരിവുള്ളവനായിരുന്നു, ന്യായപ്രമാണം പാലിക്കുവാൻ മാക്സിമം താൻ ശ്രമിച്ച വ്യക്തിയാണ്. തൻ്റെ അനുഭവം കൂടിയാണ് പൗലോസ് ഇവിടെ പറയുന്നത്. ജഡത്താലുള്ള ബലഹീനത നിമിത്തം, നാം നേരത്തെ പറഞ്ഞു, പാപത്തിന്റെ പരിജ്ഞാനമാണ് ഈ ന്യായപ്രമാണം നൽകുന്നത്. പാപത്തിന്മേൽ വിജയം വരിക്കാനുള്ള ശക്തി ന്യായപ്രമാണത്തിന് തരാൻ കഴിയുന്നില്ല. അതുകൊണ്ട് ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ സാധിപ്പാൻ ദൈവം തന്റെ പുത്രനെ പാപജഡത്തിലും പാപജഡത്തിന്റെ സാദൃശ്യത്തിലും പാപം നിമിത്തവും അയച്ചു. പാപത്തിനുള്ള ശിക്ഷ ജഡത്തിൽ വിധിച്ചു. പ്രിയപ്പെട്ടവരെ, ഇതാണ് ലോകത്തിൽ നടന്ന മഹാത്ഭുതങ്ങളിൽ ഒന്ന്. ദൈവം തന്റെ സ്വരൂപത്തിൽ സൃഷ്ടിച്ച മനുഷ്യൻ, അവൻ പാപം ചെയ്ത് നിന്ന് അകന്നുപോയപ്പോൾ പിതാവായ ദൈവം അവനെ വീണ്ടും സ്നേഹിച്ചു. ആ സ്നേഹം പ്രകടിപ്പിച്ച് തന്റെ പുത്രനിലൂടെയാണ്. ആ പുത്രനെ നമ്മുടെ സ്വരൂപത്തിൽ തന്നെ ഈ ഭൂമിയിലേക്ക് അയച്ചു. അതാണ് ഇവിടെ പറഞ്ഞത്, പാപജഡത്തിന്റെ സാദൃശ്യത്തിൽ. പാപജഡത്തിലല്ല അയച്ചേ, പാപമില്ലാത്തവനായിട്ടാണ് കർത്താവ് ജനിച്ചത്. എന്നാൽ അതേ സാദൃശ്യത്തിൽ താൻ ജീവിച്ചു. പാപത്തിന് ജഡത്തിൽ ശിക്ഷ വിധിച്ചു. നാം അനുഭവിക്കേണ്ട ശിക്ഷ, നാം നിത്യകാലം നിത്യനരകത്തിൽ അനുഭവിക്കേണ്ട ശിക്ഷ നമ്മുടെ പിതാവായ ദൈവം പുത്രനിൽ ചുമത്തി
നമ്മുടെ പാപത്തിന് പരിഹാരം വരുത്തി. അങ്ങനെ താഴെ നാം വായിക്കുമ്പോൾ, ന്യായപ്രമാണം ആവശ്യപ്പെട്ട നീതി തന്റെ പുത്രന്റെ ജഡത്തിലെ മരണം മുഖാന്തരം നിവൃത്തിയായി തീർന്നു. ദൈവനാമം മഹത്വപ്പെടുമാറാകട്ടെ. ഇതാണ് വിശുദ്ധ വേദപുസ്തകം പറയുന്ന, പഠിപ്പിക്കുന്ന നീതിയുടെ സന്ദേശം. കാൽവരി ക്രൂശാണ് ഇതിന് കാരണമായി തീർന്നത്. എന്നെ ശ്രവിക്കുന്ന ഓരോരുത്തരും ഈ സത്യം മനസ്സിലാക്കണം. ന്യായപ്രമാണത്തിന് ചെയ്യാൻ കഴിയാത്തത് കാരണം എന്താണ്? ജഡത്തിന്റെ ബലഹീനത മുഖാന്തരം. അപ്പോൾ ആ ന്യായപ്രമാണത്തിന്റെ നീതി തന്റെ പുത്രന്റെ മരണത്താൽ പൂർത്തീകരിച്ചു. യേശു ക്രിസ്തു ഈ ഭൂമിയിൽ വന്നില്ലായിരുന്നെങ്കിൽ മനുഷ്യന്റെ പാപത്തിന് പരിഹാരം സംഭവിക്കില്ലായിരുന്നു. കർത്താവ് വന്നു, നമ്മുടെ പാപങ്ങളെ ഏറ്റെടുത്തു, നമുക്ക് വേണ്ടി മരിച്ചു. ന്യായപ്രമാണം ഡിമാൻഡ് ചെയ്തെല്ലാം, പിതാവായ ദൈവം ഡിമാൻഡ് ചെയ്തെല്ലാം തന്റെ മരണത്തിലൂടെ പൂർത്തീകരിച്ച് നമ്മെ സ്വതന്ത്രരാക്കിയിരിക്കുന്നു. അതുകൊണ്ട് ക്രിസ്തുവേശുവിലുള്ളവർക്ക് ഒരു ശിക്ഷാവധിയുമില്ല. ഇന്ന് നമ്മെ സ്വാതന്ത്ര്യത്തിലേക്ക് ദൈവം നടത്തിയിരിക്കുന്നു. ഈ പ്രത്യാശയോടുകൂടി നമുക്ക് നമ്മുടെ ക്രിസ്തീയ ജീവിതം നയിക്കാം. സ്വർഗീയ പിതാവേ, ഒരു പ്രഭാതം കൂടി നൽകിയതിനായി സ്തോത്രം. ഇന്നത്തെ ദിവസം ഞങ്ങൾ നിന്നെ സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുന്നു. കർത്താവേ, നിന്റെ വചനത്തിനായിട്ട് സ്തോത്രം. കർത്താവ്, നിന്റെ വചനമനുസരിച്ച് ജീവിക്കുവാൻ ന്യായപ്രമാണത്തിന് കഴിയാത്തതിനെ ജഡത്തിന്റെ ബലഹീന നിമിത്തം പുത്രന്റെ ശരീരത്തിൽ കർത്താവെ ആ നീതി നിവർത്തിച്ചതായിട്ട് ഞങ്ങൾ കാണുന്നു. കർത്താവെ, അങ്ങനെ ഞങ്ങളെ പാപത്തിൽ നിന്ന് വിടുവിച്ചു, ശിക്ഷയിൽ നിന്ന് വിടുവിച്ചു, പിശാചിന്റെ കരങ്ങളിൽ നിന്ന് വിടുവിച്ചു. ഇന്ന് ഞങ്ങൾ സ്വതന്ത്രരായിരിക്കുന്നു. ജീവന്റെ പ്രമാണം കർത്താവെ ഞങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ആത്മാവിന്റെ പ്രമാണം ഞങ്ങളെ സ്വതന്ത്രമാക്കിയിരിക്കുന്നു. ആ സ്വാതന്ത്ര്യം ജീവിക്കുവാൻ ഞങ്ങളെ ഓരോരുത്തരെയും സഹായിക്കണം. പ്രാർത്ഥന കേട്ടതിനായി നന്ദിയോടെ സ്തോത്രം. യേശു കർത്താവിന്റെ ധന്യനാമത്തിൽ തന്നെ. ആമേൻ.